ഹലോ അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക്. ഇന്നത്തെ നമ്മുടെ വീഡിയോ ചോക്ലേറ്റ് ബോൾസ്, നമ്മൾ കേക്ക് ഡെക്കറേഷനൊക്കെ യൂസ് ചെയ്യുന്ന ചോക്ലേറ്റ് ബോൾസ് എങ്ങനെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാമെന്ന് കാണിക്കുന്ന വീഡിയോ ആണ് കേട്ടോ. സിമ്പിളാണ് ഇത് റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു സിലിക്കൺ മോൾഡൊക്കെയാണ് നമുക്ക് മെയിനായിട്ട് വേണ്ടത്. അതൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് തന്നെ ഈ ഒരു ചോക്ലേറ്റ് ബോൾസ് നമുക്ക് റെഡിയാക്കി എടുക്കാനായിട്ട് പറ്റും. അപ്പോൾ അതെങ്ങനെയാണ് നോക്കാം. അപ്പോൾ ആദ്യം നമുക്ക് ചോക്ലേറ്റ് മെൽട്ടാക്കി എടുക്കണം. അപ്പോൾ ഈ ചോക്ലേറ്റ് എടുത്തിട്ടുള്ള ബൗൾ ഒട്ടും വെള്ളം ഉണ്ടാകാൻ പാടില്ല, ഡ്രൈ ആയിട്ടുള്ള ബൗളിൽ വേണം ചോക്ലേറ്റ് ഗ്രേറ്റ് ചെയ്തിട്ട് ഇട്ട് കൊടുക്കാനായിട്ട്. എന്നിട്ട് നമുക്കിത് ഞാനിപ്പോൾ ഓവനിൽ വെച്ചിട്ട് മൈക്രോവേവ് ചെയ്യാണ്ട് ചെയ്യുന്നത്. ആദ്യം 30 സെക്കൻഡ് ആക്കിയിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം വീണ്ടും ഒരു 30 സെക്കൻഡ് കൂടെ വെച്ചിട്ടാണ് ഞാനത് മൈക്രോവേവ് ചെയ്യുന്നത്. ഇതുപോലെ ഒരു സിലിക്കൺ മോൾഡിലാണ് ഇത് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഞാനിത് മൈക്രോവേവ് ചെയ്തതാണ്. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഓവൺ ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡബിൾ ബോയിൽ ചെയ്താലും മതി. പക്ഷേ ഡബിൾ ബോയിൽ ചെയ്യുന്ന സമയത്ത് അടിയിലുള്ള വെക്കുന്ന വെള്ളത്തിൽ നിന്ന് ഒരു തുള്ളി പോലും ഇതിലേക്ക് വരാതിരിക്കാൻ ശ്രദ്ധിക്കുക കേട്ടോ. നമ്മൾ ചോക്ലേറ്റ് നോർമലായിട്ട് മെൽറ്റ് ചെയ്യുന്ന രീതിയിൽ തന്നെ ചെയ്തെടുക്കുക. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് മെൽട്ടാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതുപോലത്തെ സിലിക്കൺ മോൾഡ് ഒരുപാട് വാങ്ങിക്കാൻ കിട്ടും, ചെറുതും വലുതും. അപ്പോൾ ഇത് ഇപ്പോൾ എടുത്തിട്ടുള്ളത് ചെറിയ മോൾഡാണ് എടുത്തിട്ടുള്ളത്. ചെറുതും വലുതുമായിട്ടുള്ള മോൾഡൊക്കെ നമുക്ക് വാങ്ങിക്കാനായിട്ട് കിട്ടും. അപ്പോൾ അത് വാങ്ങിച്ച് നമുക്ക് ഈസി ആയിട്ട് തന്നെ ഈ ഒരു ഡെക്കറേഷൻ ചെയ്യാം കേട്ടോ. അപ്പോൾ ഇതിൽ തന്നെ കണ്ടോ, കുറച്ച് വലുതും കുറച്ച് ചെറുതും ഒക്കെ ആയിട്ടുള്ള ഒരുപാട് റൗണ്ട് ഉണ്ട്. അപ്പോൾ അതിലൊക്കെ നമുക്ക് ആദ്യം ഇങ്ങനെ ചോക്ലേറ്റ് ഒന്ന് ഒഴിച്ചു കൊടുക്കാം. കളർ വേണമെന്നുണ്ടെങ്കിൽ കളർ, അപ്പോൾ ഞാൻ മിക്സ്ഡ് ആയിട്ടുള്ള കളറാണ് ചെയ്യുന്നത്. അപ്പോൾ ബർഗണ്ടി എന്ന് പറഞ്ഞിട്ടുള്ള കളറും മിക്സ് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ ആദ്യം കുറച്ചത് അതിലൊന്ന് ഒഴിച്ചു കൊടുത്തതിന് ശേഷം കുറച്ച് ഒരു കളറൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്, ലൈറ്റായിട്ടൊന്ന് കിട്ടാൻ വേണ്ടിയിട്ട്, ലൈറ്റും ഡാർക്കൊക്കെ ആയിട്ട് ഒന്ന് കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ ആദ്യം ഞാൻ ലൈറ്റായിട്ടൊന്ന് കളർ മിക്സ് ചെയ്തിട്ട് അതും ഇങ്ങനെ ചില പോർഷനിലൊക്കെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇതുപോലെ ഇങ്ങനെ ഒഴിച്ചു കൊടുക്കുന്നത്, സ്പൂൺ വെച്ചിട്ട് ഇങ്ങനെ ഒഴിച്ചു കൊടുത്താൽ മതി. അപ്പോൾ ഇതുപോലെ അങ്ങനെ ഒഴിച്ചു കൊടുക്കുക. പിന്നെ കുറച്ചുകൂടെ കളർ വേണമെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ കളർ ഒഴിച്ചിട്ട് വേറെ ഇതിലൊക്കെ ഒഴിച്ചാൽ നമുക്ക് ഏത് കളറാണ് വേണ്ടത് അതിനനുസരിച്ച് ചെയ്യാം. ഇതും അല്ലാതെ നിങ്ങൾക്ക് ഡാർക്ക് ചോക്ലേറ്റ് വെച്ചിട്ടാണ് ചെയ്യേണ്ടതെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്തെടുത്താലും മതി. അപ്പോൾ ഇങ്ങനെ ഒഴിച്ചു കൊടുക്കുക, നമുക്ക് എത്ര വേണോ അതിനനുസരിച്ച് ഒഴിച്ചു കൊടുക്കുക. നമ്മുടെ ഈ വീഡിയോ കാണുന്ന ആരെങ്കിലും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണം കേട്ടോ. അപ്പോൾ അതാ ഞാൻ കുറച്ചുകൂടെ കളറൊന്ന് ആഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത് വേറെ ഒന്നുകൂടെ ഡാർക്കായിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ്, മിക്സ്ഡ് ആയിട്ടാണ് ഞാനിത് ചെയ്തെടുക്കുന്നത് കേട്ടോ. ഒരു മാർബിൾ എഫക്റ്റൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട് മിക്സ്ഡ് ആയിട്ടാണ് ചെയ്തെടുക്കുന്നത്. എന്നിട്ട് എല്ലാ ഭാഗത്തേക്കും ഇതാക്കിയെടുത്ത ശേഷം ഇതുപോലെ ഒന്നിങ്ങനെ ചുറ്റിച്ച് കൊടുക്കുക. 2 മിനിറ്റ് നേരം ഇതുപോലെ ഒന്ന് വെക്കുക കേട്ടോ. 2 മിനിറ്റ് ഇതുപോലെ വെച്ചതിന് ശേഷം എക്സസ് ആയിട്ടുള്ളതൊക്കെ താഴെയുള്ള ഒരു ബട്ടർ പേപ്പറിലേക്ക് മാറ്റാം. ബട്ടർ പേപ്പറിലാവുമ്പോൾ തന്നെ നമുക്ക് വേറെ ഗനാഷ് ഉണ്ടാക്കാനോ അതിനൊക്കെ ഈ ഒരു ചോക്ലേറ്റ് യൂസ് ചെയ്യുകയും ചെയ്യാം. അപ്പോൾ ഇതുപോലെ എക്സസ് ആയിട്ടുള്ളൊന്ന് അതിലേക്ക് ആക്കി കൊടുക്കുക. 2 മിനിറ്റ് ഇങ്ങനെ വെച്ചതിന് ശേഷം വേണം ഇങ്ങനെ ചെയ്ത് കൊടുക്കാനായിട്ട്. ഒന്ന് അവിടെ അതിൻ്റെ ഉള്ളിലൊന്ന് സെറ്റാക്കി കിട്ടാൻ വേണ്ടിയിട്ടാണ്. എന്നിട്ട് എക്സസ് ആയതൊക്കെ ഇതിലേക്ക് വന്നോളും. എന്നിട്ടൊരു സ്ക്രാപ്പറോ അങ്ങനെ എന്തെങ്കിലും യൂസ് ചെയ്തിട്ട് അവിടെ സൈഡൊക്കെ എഡിച്ചൊക്കെ ക്ലീൻ ആവാൻ വേണ്ടിയിട്ട് ഇതുപോലെ ഒന്ന് വടിച്ചിട്ട് കൊടുക്കുക. അപ്പോൾ തന്നെ വടിച്ചിട്ട് കൊടുക്കാം കേട്ടോ, സെറ്റ് ആയതിന് ശേഷമല്ല, സെറ്റ് ആവുന്നതിന് മുന്നേ തന്നെ വടിച്ചിട്ട് കൊടുക്കുക. എന്നിട്ടൊരു 30 മിനിറ്റ് ഫ്രീസറിൽ വെച്ചിട്ടൊന്ന് സെറ്റ് ആവാൻ വേണ്ടിയിട്ട് വെക്കുക. അപ്പോൾ ഒരു 30 മിനിറ്റിന് ശേഷം ഞാൻ എടുത്തിട്ടുണ്ട്. ഇപ്പോൾ നമുക്ക് ഈസി ആയിട്ട് തന്നെ ഇതിൽ നിന്ന് ഡിമോൾഡ് ചെയ്തെടുക്കാനായിട്ട് പറ്റും. അപ്പോൾ നമുക്കിതെല്ലാം ഒന്ന് ഡിമോൾഡ് ചെയ്തെടുക്കാം. ഇതിങ്ങനെ എടുത്തിട്ട് നമുക്ക് ചോക്ലേറ്റ് ബോൾസ് ആക്കിയിട്ട് ഇങ്ങനെ വെക്കുന്ന സമയത്ത് നമുക്ക് ഇതിലേക്ക് ഗോൾഡൻ ഡസ്റ്റ് ഒക്കെ വെച്ചിട്ട് ബ്രഷ് ചെയ്യാമെന്നുണ്ടെങ്കിൽ ഒന്നുകൂടെ കാണാൻ ലുക്ക് ഉണ്ടാവും കേട്ടോ. ഞാനിപ്പോൾ അങ്ങനെയൊന്നും ചെയ്യുന്നില്ല, ജസ്റ്റ് ഒന്ന് ഇത് ബോളാക്കി എടുക്കുന്ന അത്രയേ ഉള്ളൂ. അപ്പോൾ അത് സൂക്ഷിച്ചിട്ട് എടുക്കുക. ഇതുപോലെ നമുക്ക് ക്ലീൻ ആയിട്ട് കിട്ടും. ഇതുപോലെ ഇങ്ങനെ കമിഴ്ത്തിയിട്ട് ഇതുപോലെ ഇങ്ങനെ പ്രസ് ചെയ്ത് കൊടുത്താൽ തന്നെ നമുക്ക് ഈസി ആയിട്ട് അതിൽ നിന്ന് റിമോൾഡ് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ ഇതുപോലെ എല്ലാം ഒന്ന് ചെയ്തെടുക്കുക. ഇപ്പോൾ എഡ്ജൊന്നും അത്ര ക്ലീൻ ആയിട്ട് ഇരിക്കുകയൊന്നുമില്ല, പക്ഷെ അത് ക്ലീൻ ആക്കാനുള്ള ടിപ്പ് ഞാൻ പറഞ്ഞുതരാം കേട്ടോ. അപ്പോൾ നമ്മൾ ഇനി ചെയ്യുന്ന പ്രോസസ്സിലൂടെ അത് ക്ലീൻ ആയിട്ട് കിട്ടും. അപ്പോൾ എല്ലാം ഞാനിവിടെ അങ്ങനെ എടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഞാൻ ഒരു സ്റ്റീലിൻ്റെ സ്ക്രാപ്പർ എടുത്ത് സ്റ്റീലിൻ്റെ എന്തെങ്കിലും ഒന്ന് ചൂടാക്കി എടുക്കുക. അല്ലാന്നുണ്ടെങ്കിൽ ഒരു പാത്രം ചൂടാക്കിയിട്ട് കമിഴ്ത്തി വെച്ചാലും മതി. എന്നിട്ട് നമ്മൾ റെഡിയാക്കിയിട്ടുള്ള ഓരോ പീസും ഇതുപോലെ അതിലൊന്ന് വെച്ച് കൊടുക്കുക. എന്നിട്ട് രണ്ടും കൂടെ ഇങ്ങനെ ഒരേ വലുപ്പത്തിൽ 2 ഇങ്ങനെ കൂട്ടി വെച്ച് കൊടുക്കുക. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ ആ ചോക്ലേറ്റ് ഒന്ന് ആ ഭാഗം ഇങ്ങനെ മെൽട്ടായി വരികയും ചെയ്യും, അതിൻ്റെ എഡ്ജൊക്കെ ഒന്ന് ഷാർപ്പായി കിട്ടുകയും ചെയ്യും. അപ്പോൾ ഈ രീതിയിൽ ചെയ്യാം. അപ്പോൾ ഒരു കുക്കറോ അല്ലാന്നുണ്ടെങ്കിൽ ഒരു സ്റ്റീലിൻ്റെ പാത്രമോ ഒന്ന് ചൂടാക്കിയിട്ട് കമിഴ്ത്തി വെച്ചാലും മതി. എന്നിട്ട് അതിലിങ്ങനെ ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത്, ഓവർ ചൂടാവരുത്, ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്തിട്ട് 2 സൈഡും ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്തിട്ട് ഇങ്ങനെ ഒന്ന് ഉരസി കൊടുക്കുക. അപ്പോൾ അത് ക്ലീൻ ആയിട്ട് വരും അതിൻ്റെ അടിച്ച്. എന്നിട്ട് ഇതുപോലെ ഒന്ന് ഒട്ടിച്ച് കൊടുക്കാം. അപ്പോൾ അത് നന്നായിട്ട് തന്നെ ഒട്ടിക്കിട്ടും. ഇതുപോലെ എല്ലാം ഒന്ന് ചെയ്തെടുക്കുക, ചെറുതും വലുതും ഒക്കെ ഇതുപോലെ തന്നെ ചെയ്തെടുക്കാം. ഇതുപോലെ ഇങ്ങനെ ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ ഞാനിപ്പോൾ സ്ക്രാപ്പർ ആയതുകൊണ്ട് തന്നെ ഇടയ്ക്കിടയ്ക്കൊന്ന് ചൂടാക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇടയ്ക്ക് ഇങ്ങനെ ചൂടാക്കിയിട്ട് അതിൽ വെച്ച് കൊടുക്കുകയാണ്. ഓവറായിട്ട് ചൂടാക്കേണ്ട ആവശ്യമില്ല, ജസ്റ്റ് ഒന്ന് ചെറുതായിട്ടൊന്ന് ചൂടാക്കി എടുക്കുക. എന്നിട്ട് അതിലൊന്ന് പ്രസ് ചെയ്യുക, എന്നിട്ട് ഇങ്ങനെ ഒട്ടിച്ച് കൊടുക്കുക. പെട്ടെന്ന് തന്നെ ഇത് ചെയ്യാൻ പറ്റും കേട്ടോ. അപ്പോൾ വലിയ സിലിക്കൺ മോൾഡൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് വലിയ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ചില കേക്കിനൊക്കെ ഒരുപാട് ഇങ്ങനെ ചോക്ലേറ്റ് ഡെക്കറേഷൻ വെച്ച് കാണാൻ നല്ല ലുക്കാണ്. അപ്പോൾ ആ രീതിയിൽ നിങ്ങൾക്ക് കേക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇതേപോലത്തെ ഒരു സിലിക്കൺ മോൾഡൊക്കെ വാങ്ങിച്ചാൽ മതി.
എൻ്റെ കയ്യിലുള്ളത് ഇപ്പോൾ ചെറുതാണ്. വലുത് വാങ്ങിച്ചാൽ ഒന്നുകൂടെ നല്ല ഭംഗിയിൽ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും. ബലൂൺ ഇങ്ങനെ കേക്കിൻ്റെ മുകളിൽ നിൽക്കുന്ന പോലെ അങ്ങനെയൊക്കെ ഫീൽ ചെയ്യുന്ന ടൈപ്പ് കേക്ക് കണ്ടിട്ടില്ലേ? അപ്പോൾ അതുപോലെ ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി എന്ന് വിചാരിക്കുന്നു. യൂസ്ഫുൾ ആയെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇൻഷാല്ലാ പുതിയൊരു നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക്